രണ്ടാമത്തെ കറികളിലേക്ക് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്നലെ ഞങ്ങളൊരു നാരങ്ങാച്ചാർ ഇട്ടിട്ടുണ്ടായി. എല്ലാവരും കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാണണം, നല്ല നാരങ്ങാച്ചാറാണ്. ഇന്ന് ഞങ്ങളിത് ഉണ്ടാക്കാൻ പോണത് സദ്യക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഇഞ്ചിക്കറി. പുളി ഇഞ്ചി എന്ന് പറയും, ഇഞ്ചിയും കറി എന്ന് പറയും. ആ ഒരു ഇഞ്ചിയും കറിയാണ് ഇന്ന് ഞങ്ങളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ദേ ഞാനൊരു 200 ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അത് കഴുകി വൃത്തിയായിട്ട് പൊരുമ്പലൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ടത് പുളിയാണ്. ഉണ്ടാ പുളി, ഒരു നാരങ്ങയിലൊരു എന്താ പറയണേ, നമ്മളുടെ ഒരു ചെറിയ വലിപ്പത്തിൽ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. വാളം പുളി ഇട്ടാ അത് നമുക്ക് സോക്ക് ചെയ്ത് വെക്കണം വെള്ളമൊഴിച്ച്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ശർക്കര, ഒരു 2 ടേബിൾ സ്പൂൺ ശർക്കര പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് മുളക് പൊടി. ഇത് കാശ്മീരി മുളക് പൊടി, കളർ ഉണ്ടാവാൻ. ഇത് എരിവുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് പച്ചമുളക്, ഇതേപോലത്തെ കാന്താരിയാണെങ്കിൽ കാന്താരി, അല്ലെങ്കിൽ ഈ മുളകാണെങ്കിൽ ഇത് യൂസ് ചെയ്യാം. ഇനി ഉപ്പ് വേണം, നമുക്ക് വെളിച്ചെണ്ണയും വേണം കേട്ടോ. പിന്നെ വേണ്ടത് ഇതിലേക്ക് കാച്ചി ഒഴിക്കാൻ കൊല്ലമുളകും കറിവേപ്പിലയും കടുകും. ഇനി നമുക്കിത് പ്രിപ്പറേഷൻ തുടങ്ങാം. ഞാൻ കുറച്ച് വെള്ളം ഇതിനകത്തേക്ക് സോക്ക് ചെയ്യാൻ ഇട്ട് വയ്ക്കുക കേട്ടോ. ഇത് മതിയാവും. ഇനി നമുക്ക് ഇഞ്ചി കട്ട് ചെയ്തെടുക്കാം. ഇത് ഇതിനകത്ത് കിടന്ന് ഒന്ന് ഉരുകി വരും. നമ്മൾ ഇഞ്ചി കട്ട് ചെയ്ത് വരുമ്പോഴേക്കും പുളിയൊക്കെ നല്ല പാകമായിട്ട് ആയിട്ടുണ്ടാവും. ഇഞ്ചി ഇങ്ങനെ നീളത്തിൽ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് കുരുന്ന് എല്ലാ ഇഞ്ചി കട്ട് ചെയ്തെടുക്കാം. ഇഞ്ചി നമ്മുടെ ഒരുവിധമൊക്കെ അരിഞ്ഞ് തീരാറായിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ഏതൊരു സദ്യക്കും, ഓണസദ്യക്കായാലും സാധാരണ നമ്മൾ കല്യാണ സദ്യകളൊക്കെ ഇല്ലേ പച്ചക്കറിയുടെ, ആ സദ്യകൾക്കൊക്കെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു കറിയാണ് ഈ നമ്മളുടെ പുളിയിഞ്ചി അല്ലെങ്കിൽ ഇഞ്ചിക്കറി. ഒരു ചട്ടിക്കലം ആട്ടോ, ഒക്കെ ട്രഡീഷണൽ ഇതിൽ തന്നെ പോട്ടെ. അതുകൊണ്ട് ഞാൻ വെച്ചിരിക്കുന്നത് ഒരു ചട്ടിക്കലം ചൂടാവട്ടെ. അതിനുശേഷം നമുക്ക് ഈ ഇഞ്ചീനെ ഒന്ന് വറുത്തെടുക്കാം. വറുത്തതിന് ശേഷം ഒന്ന് പൊടിച്ചെടുത്തിട്ടാണ്, ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷമാണ് നമ്മളിത് കറിയാക്കുന്നത്. കലം ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി നമ്മളുടെ ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇതിനകത്തൊന്ന് വറുത്ത് കോരിയെടുക്കാം. ഇത് ഞങ്ങൾ സ്ഥിരം ഇഞ്ചിയും കറി ഉണ്ടാക്കണ ഒരു കലമാണ് കേട്ടോ. ഇപ്പം കലമില്ലെന്ന് വെച്ച് കലമില്ലാന്ന് വെച്ച് കുഴപ്പമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കാം, ഫ്രൈ പാനിലൊക്കെ ഉണ്ടാക്കാൻ കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ ഓണമൊക്കെ ബേസല്ല, അപ്പോൾ ഞാനൊരു ട്രഡീഷണൽ ഇതായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ കലത്തിൽ തന്നെ ഉണ്ടാക്കി കാണിക്കണം കേട്ടോ. നിങ്ങളുടെ കയ്യിലുള്ള കലത്തിൽ നമുക്ക് ഇത് ഉണ്ടാക്കാം. ഇനി അതൊന്ന് മൂത്ത് വരട്ടെ. ഈ ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് നമ്മൾ ആ പച്ചമുളക് പറഞ്ഞില്ല, അതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. നേരത്തെ നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുത്താൽ പച്ചമുളക് വേഗം ആയിപ്പോകും. അതുകൊണ്ടാണ് മൂത്ത് പോവുകയും. കാരണം ഇഞ്ചിക്ക് ഇത്തിരി വേവ് കൂടുതലുണ്ടല്ലോ. പിന്നെ ഇപ്പോൾ ഈ ഹാഫ് ഒരു കളറായി തുടങ്ങുമ്പോൾ നമുക്ക് പച്ചമുളകും കൂടി ഇട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോഴേക്കും നല്ല പാകത്തിനായി കിട്ടും. വേണമെങ്കിൽ നമുക്കൊരു 2 കറിവേപ്പിലയുടെ തണ്ടും കൂടി ഇടാം. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഇത് ഇളക്കി ഒരു ബ്രൗൺ കളറാകണ വരെ ഒന്ന് ആക്കിയെടുക്കാം. A few moments later. ഇഞ്ചിയൊക്കെ നല്ല പാകമായിട്ട് ഇതിനകത്തേക്ക് ഒരു പൊടിക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ മുളക് പൊടി അധികം വേണ്ട. നമ്മൾ ഇതൊക്കെ ഇട്ടിട്ടുണ്ടെന്നാലും ഇപ്പോൾ ഒരു പൊടിക്ക് മുളക് പൊടി കുറച്ച് മതി കേട്ടോ. പിന്നെ ഒരു കളറൊക്കെ കിട്ടാൻ വേണ്ടി കുറച്ച് കാശ്മീരിയുടെ മുളക് പൊടി. ഇനി ആ
മുളകിനൊരു ചെറിയ കുത്തൊക്കെ ഉണ്ടല്ലോ, ആ കുത്ത് അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്തു കേട്ടാ. കാരണം നമ്മുടെ ചട്ടിക്ക് ചൂടുണ്ട്, അതുകൊണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്ന് പയ്യെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം പുറത്തേക്ക് ഇറക്കി വെച്ചിട്ട് നമുക്ക് ഇളക്കിയാലും മതി കേട്ടോ. പയ്യെ സ്റ്റൗവിൽ നിന്ന് മാറ്റിയിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. അതെ, നമ്മളിതേ ഒരു പാത്രത്തിൽ ചൂടാറാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ചൂടാറി കഴിയുമ്പോൾ നമുക്കൊന്നത് പൊടിച്ചെടുക്കാം. ചൂടാറിയിട്ടുണ്ട് കേട്ടോ, നമുക്കിനി ഇത് പൊടിച്ചെടുക്കാം. നമ്മളിത് ആ വറുത്ത് വെച്ച് ഇഞ്ചിയില്ലേ, അത് ഇതേ പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഒരു തരി പോലും ഇല്ല, അത് നല്ല ഭംഗി. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, വെറുതെ അങ്ങോട്ട് ഇട്ടിട്ട് അടിച്ചെടുത്താൽ മതി. കാരണം നമ്മൾ ഇതിനകത്ത് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ചെയ്തിട്ട് ആ എണ്ണയിൽ കിടന്നത് വെന്തു വന്നോളൂ. നമ്മുടെ കലം ചൂടായിട്ടുണ്ട്, അതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ ആ എടുത്ത് വെച്ച പുളിവെള്ളം ഇല്ലേ, നോക്കണം അതിൻ്റെ ഇതൊക്കെ കളഞ്ഞിട്ട് വേണം കേട്ടോ നമ്മൾ പുളി പിഴിഞ്ഞെടുക്കുമ്പോൾ. ഒന്ന് വേണമെങ്കിൽ അരിച്ചെടുത്തോ, എന്നാലും കുഴപ്പമില്ല. കുരുവൊക്കെ ഉണ്ടെങ്കിലോ, ഞാനെടുത്ത പുളിയിൽ കുരുവൊന്നും ഇല്ലാത്ത കാരണമാണ് ഞാൻ അങ്ങോട്ട് ഇതാക്കി. ഓക്കെ, ഇതങ്ങോട്ട് തിളച്ച് വന്നിട്ട് നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം കേട്ടോ. വെള്ളം തിളച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം ശർക്കര ഉണ്ട്. ഇതിപ്പോൾ ഒരു 10 ആൾ അല്ലെങ്കിൽ 15 ആൾക്ക് കഴിക്കാവുന്ന സദ്യക്കുള്ള പുളിയിഞ്ചി ആട്ടോ ഞാൻ തയ്യാറാക്കണേ. പുളിയിഞ്ചി ഒന്നും അത്രയ്ക്കും അങ്ങോട്ട് നമ്മൾ എടുക്കില്ലല്ലോ. ഒന്ന് ആ ഇലയിലൊന്നൊരു ചെറിയ ടീസ്പൂണിൽ ഇട്ടിട്ടല്ലേ പോവുള്ളൂ. ഞാനിപ്പോൾ ഈ കാണിക്കണ എല്ലാ വിഭവങ്ങളും ഒരു 15 ആൾക്ക് കഴിക്കാവുന്ന രീതിയിലുള്ളതാണ് കേട്ടോ. ഒരുവിധം തളയായിട്ടുണ്ടെങ്കിൽ ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പിട്ടു. ഇനി നമ്മൾക്ക് ചെയ്യേണ്ടത് നമ്മൾ അടിച്ചു വെച്ചിരിക്കണ നമ്മളുടെ ആ ഇഞ്ചിയില്ലേ, ഇഞ്ചി എല്ലാം കൂടി ഇതിനകത്തേക്ക് യോജിപ്പിക്കാം. ഞാൻ അതിനകത്ത് കിടന്നൊന്ന് കുറുതായി ആ ഇതൊക്കെ ആയിട്ടൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ഇതേ കണ്ട നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ട് തിളച്ച് ഒന്ന് കുറുതായി വരണം. അതൊക്കെ ആയിട്ട് മിക്സ് ആവണം. പുളിവെള്ളവും നമ്മളുടെ ശർക്കരയും ഉപ്പൊക്കെ ആയിട്ടൊന്ന് യോജിച്ച് വരട്ടെ. നമ്മുടെ ഇഞ്ചിയും പുളി റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പുളിയോ എന്തിൻ്റെങ്കിലും കുറവുണ്ടെങ്കിൽ അതിപ്പോൾ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം നല്ല കറക്റ്റ് പാകാട്ടാ. ഇനി നമുക്ക് ഇറക്കി വെച്ചിട്ട് താളിച്ചൊഴിക്കാട്ടെ. ഇനി ഒന്നും കൂടി ഇരുന്ന് കഴിയുമ്പോൾ ഒന്നും കൂടി കൊഴുക്കും. ഇത് ഇലയിൽനിന്ന് ഒഴുകി പോകരുത്, അവിടെ ഇരുന്നോടത്തിരിക്കണം ഇലയിൽ. ഇത് കുറച്ച് ഒന്ന് ചൂടാവുമ്പോൾ ഒന്നും കൂടി കട്ടിയാവും കേട്ടോ. നമുക്കിനി വാങ്ങി വെച്ചിട്ട് നമ്മളുടെ കാച്ചി ഒഴിക്കാനുള്ള പരിപാടിയിലേക്ക് പോകാം. കാച്ചി ഒഴിക്കാൻ ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂൺ, ചെറിയ ടീസ്പൂണിൽ മതി, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അങ്ങോട്ട് തിളക്കട്ടെ. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്, കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. കടുക് പൊട്ടി അതിലേക്ക് നമുക്ക് ഒരു 2 ഉണക്കമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഉണക്കമുളകും ആയിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം, ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾക്ക് കുറച്ച് കരിവേപ്പില, അത് ഞാൻ കറിവേപ്പിലയുടെ കളറ് മാറിപ്പോകും കേട്ടോ. ഓഫ് ചെയ്തതിന് ശേഷം മാത്രം കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നമ്മളുടെ അതിലേക്ക് ഇഞ്ചിയും പുളിയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഒന്ന് യോജിപ്പിക്കാം. അപ്പോൾ നമ്മളുടെ ഇഞ്ചിയും പൊടി കറക്റ്റ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇനി ഞങ്ങൾ നാളെ അടുത്ത പുതിയ ഓണത്തിൻ്റെ വിഭവമായി വരുന്നതായിരിക്കും. ഏവർക്കും ഓണത്തിൻ്റെ ആശംസകൾ.